ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് ചാനൽ. ചെമ്പരത്തി ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സാധാരണ ചെമ്പരത്തിയിലുണ്ടാകുന്ന പ്രോബ്ലംസാണ് ആരോഗ്യമില്ലാതെ മുരടിച്ചു പോവുക, ഇലകൾ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോവുക, പൂക്കാതിരിക്കുക, പൂക്കളുടെ വലിപ്പം കുറയുക, പൂമൊട്ടുകൾ കൊഴിഞ്ഞു പോവുക, പിന്നെ കീടബാധ. ഈ പ്രോബ്ലംസിനൊക്കെ കൊടുക്കേണ്ട കെയറുകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ ചെമ്പരത്തി ചെടികൾക്ക് കൊടുക്കുന്നത്. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. സീസണിലൊക്കെ ഒരുപാട് പൂക്കൾ എൻ്റെ ചെമ്പരത്തി ചെടിയിൽ ഉണ്ടാകാറുണ്ട്. ചെമ്പരത്തിക്ക് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല, വർഷം മുഴുക്കെ നമുക്ക് പൂക്കൾ തരും. എങ്കിലും സമ്മർ സീസണിൽ ഒരുപാട് പൂക്കൾ ചെമ്പരത്തിയിൽ ഉണ്ടാകാറുണ്ട്. ചെമ്പരത്തിയിൽ തന്നെ നാടൻ വെറൈറ്റി ഉണ്ട്, മിനിയേച്ചർ ഉണ്ട്, ഹൈബ്രിഡ്, ഇങ്ങനെയുള്ള വെറൈറ്റികളുണ്ട്. നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടിയാണ്. ഏകദേശം 6-7 മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ വേണം ചെമ്പരത്തി വെക്കുവാൻ. ഷെയ്ഡിലൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ പൂക്കൾ കുറയും, ചിലപ്പോൾ പൂക്കൾ തന്നെ ഉണ്ടാകാത്ത അവസ്ഥയായിരിക്കും. നിലത്തും നമുക്ക് വളർത്തിയെടുക്കാം, അതേപോലെ തന്നെ ചട്ടിയിലും വളർത്താം. പോട്ടി മിക്സായിട്ട് ചാണകപ്പൊടി, കോക്കോപീറ്റ്, മണ്ണ് എന്നിവ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ചെമ്പരത്തി ആരോഗ്യമില്ലാതെ മുരടിച്ചിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതിന് കൃത്യമായിട്ട് വളങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഈ മുരടിപ്പ് കാണിക്കും. പിന്നെ നമ്മൾ ചട്ടിയിലൊക്കെയാണ് ചെമ്പരത്തി വെച്ചിരിക്കുന്നതെങ്കിൽ 1-2 വർഷം ഒരേ പോട്ടിലൊക്കെ ഇരിക്കുന്ന ചെടിയാണെങ്കിൽ ഒന്ന് റീപോട്ട് ചെയ്ത് കൊടുക്കുക. വേര് പോട്ടിൽ ഒരുപാട് തിങ്ങിക്കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ മുരടിപ്പൊക്കെ കാണിക്കും. റീപോട്ട് ചെയ്യുമ്പോൾ പുതിയ പോട്ടി മിക്സ് കൊടുക്കുക. കൂടെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും വെർമി കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഈ മുരടിപ്പൊക്കെ മാറിക്കോളും. പിന്നെ നമ്മൾ നിലത്താണ് ചെമ്പരത്തി നട്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ചോട്ടിലെ മണ്ണ് വേര് തട്ടാതെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും വെർമി കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. മുരടിപ്പൊക്കെ മാറിക്കിട്ടും. ചെമ്പരത്തിയുടെ ഇലകൾ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകാറുണ്ട്. ഇങ്ങനെ സംഭവിക്കാൻ 2-3 കാരണങ്ങളുണ്ട്. നമ്മൾ നന കൊടുക്കുമ്പോൾ വെള്ളം ഓവറായിട്ട് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇലകൾ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോവും. പിന്നെ ക്ലൈമറ്റിൽ വരുന്ന മാറ്റം കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. അതുപോലെ തന്നെ നമ്മൾ രാസവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അളവിൽ കൂടുതലായി പോയി കഴിഞ്ഞാൽ ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ച് കൊഴിയും. വളം ഇട്ടതിന് ശേഷം 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നല്ലതുപോലെ നനച്ചു കൊടുക്കണം. പിന്നെ പ്ലാന്റ്സിന് ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടിയില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ഇലകൾ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകും. അടുത്തത് കീടബാധ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് ആണ്. ഒരുപാട് കീടബാധ ഉണ്ടാകുന്ന ചെടിയാണ് ചെമ്പരത്തി. വണ്ടുകൾ, മേലി ബഗ്സ്, ഉറുമ്പുകൾ ഒക്കെ ഈ ചെടിയിൽ ഉണ്ടാവും. തണ്ടിലൊക്കെ കീടങ്ങൾ പറ്റിപ്പിടിച്ചിരുന്ന് ചെടിയുടെ നീരൂറ്റി കുടിച്ച് ചെടി അങ്ങ് നശിച്ചു പോവും. ഫംഗസ് രോഗങ്ങളും ചെമ്പരത്തിയിൽ ഉണ്ടാകാറുണ്ട്. വെളുത്ത നിറത്തിൽ വരുന്ന കീടമാണ് മേലി ബഗ്സ്. ഇതൊരുപാട് ചെടിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ തിന്നാൻ തന്നെ ഉറുമ്പ് ചെടിയിൽ വരും. മേലി ബഗ്സും ഉറുമ്പും ഒന്നിച്ച് ചെമ്പരത്തിയിൽ വന്നു കഴിഞ്ഞാൽ ചെടി അങ്ങ് മുരടിച്ച് നശിച്ചങ്ങ് ഉണങ്ങിപ്പോവും. മേലി ബഗ്സ് പോകുവാൻ നോർമൽ വാട്ടറിൽ ഷാമ്പൂ മിക്സ് ചെയ്ത് ചെടി ഫുള്ള് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നീം ഓയിൽ സ്പ്രേ ചെയ്താൽ ഉറുമ്പുകളും കീടങ്ങളും പോവും. പിന്നെ കീടബാധ പോകാൻ വേണ്ടി നമുക്ക് ആര്യവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക. അതിലോട്ട് 5-6 അല്ലി വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചിട്ട് കൊടുക്കുക. തണുക്കുമ്പോൾ ഇത് ഫിൽറ്റർ ചെയ്ത് ചെടി ഫുള്ള് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കീടബാധ പോകാനും വണ്ടുകളും പുഴുക്കളും ഒക്കെ പോകാൻ ഇത് സഹായകമാണ്. ഒരുപാട് കീടബാധ നമ്മുടെ ചെടിയിലുണ്ടെങ്കിൽ ഇത് 5-6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്യണം. അതിനുശേഷം ആഴ്ചയിൽ 2 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം സ്പ്രേ ചെയ്യുമ്പോൾ നൈറ്റ് ഒരു 7 മണി, വൈകിട്ടൊരു 7 മണി സമയത്ത് സ്പ്രേ ചെയ്യുന്നതാണ് കൂടുതലും നല്ലത്. ഇപ്പോൾ നമ്മുടെ ചെടിയിൽ കീടബാധയൊന്നും ഇല്ലെങ്കിലും ആഴ്ചയിൽ 1 പ്രാവശ്യം ഇവത്തിൽ ഏതെങ്കിലും നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കീടബാധയൊക്കെ വരാതിരിക്കാൻ സഹായകമാവും. മണ്ണിൽ നിന്ന് വരുന്ന കീടങ്ങൾ, ഫംഗസ് ഇതെല്ലാം പോകാൻ വേണ്ടി ഒരു പരിധിവരെ വേപ്പിൻ പിണ്ണാക്ക് യൂസ് ചെയ്താൽ തടയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ പെരുങ്കായം ഒരു ചെറിയ പീസ് ചെമ്പരത്തിയുടെ ചോട്ടിലെ മണ്ണിൽ ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലംസ് എല്ലാം മാറിക്കിട്ടും. ചെമ്പരത്തിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകാൻ നമുക്ക് ജൈവവളം യൂസ് ചെയ്യാം, അതുപോലെ തന്നെ രാസവളവും ഉപയോഗിക്കാം. പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് ചെമ്പരത്തിയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകാൻ ഉപയോഗിക്കേണ്ടത്. പഴത്തൊലിയിൽ ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. പഴത്തൊലി ഉണക്കിപ്പൊടിച്ചും കൊടുക്കാം. അതുപോലെ തന്നെ 10-15 ദിവസം വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം നേർപ്പിച്ച് ചെടിക്ക് ചുറ്റും ഒഴിച്ചു കൊടുക്കാം. എല്ലാ 15 ദിവസം കൂടുമ്പോഴും ഇങ്ങനെ ചെയ്യുക. ഏത് പൂക്കാത്ത ചെമ്പരത്തി നല്ലപോലെ പൂക്കുവാൻ ഈ വളം സഹായിക്കും. ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഓർഗാനിക്കായിട്ടുള്ള NPK ഫെർട്ടിലൈസർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ കൊടുത്താലും ഒരുപാട് പൂക്കളുണ്ടാവും.
പിന്നെ ചെമ്പരത്തി പൂക്കളുടെ വലിപ്പം കുറയുന്ന ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. അതിന് നമ്മൾ കടലപ്പിണ്ണാക്ക് കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഫെർട്ടിലൈസർ യൂസ് ചെയ്താൽ മതി, ആ പ്രശ്നം മാറിക്കിട്ടും. കടലപ്പിണ്ണാക്ക് നമ്മൾ നേരിട്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് മണ്ണിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല. കടലപ്പിണ്ണാക്കിൽ പുഴുക്കളും കീടങ്ങളും ഒക്കെ കാണും. നമ്മളത് ഡയറക്റ്റായിട്ട് മണ്ണിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ചെമ്പരത്തിയുടെ വളർച്ചയും കീടബാധയൊക്കെ ഏൽക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള കടലപ്പിണ്ണാക്കിൻ്റെ കഷ്ണം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കുതിർക്കുക. അടുത്ത ദിവസം അത് കുതിർന്ന് കിട്ടും. അതിൻ്റെ തെളിനീര് എടുക്കുക. ആ തെളിനീരെടുത്ത് നമ്മൾ നേർപ്പിച്ച ചെടിക്ക് ചുറ്റും ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അത് ഫിൽറ്റർ ചെയ്ത് നേർപ്പിച്ച ചെടിക്ക് ചുറ്റും ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല വലിപ്പമുള്ള പൂക്കൾ കിട്ടുവാനും ഒരുപാട് മൊട്ടുകളും ഒരുപാട് പൂക്കളും ചെടിയുടെ വളർച്ച തന്നെ നല്ല രീതിയിലാകുവാൻ ഈ കടലപ്പിണ്ണാക്ക് ഫെർട്ടിലൈസർ സഹായകമാണ്. എല്ലാ 15 ദിവസം കൂടുമ്പോഴും നമ്മളിതിങ്ങനെ ചെയ്തു കൊടുക്കണം. പിന്നെ അടുത്തത്, നമ്മൾ രാസവളങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ NPK 19-19-19 കൊടുക്കാം. അതുപോലെ തന്നെ DAP വളവും കൊടുക്കാം. പിന്നെ പൊട്ടാഷ് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതും വാങ്ങി നമ്മൾ യൂസ് ചെയ്താലും ഒരുപാട് പൂക്കളുണ്ടാവും. ഈ വളങ്ങളൊക്കെ ഒരു പ്രാവശ്യം കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ല. കൃത്യമായ ഇടവേളകളിൽ നമ്മൾ വളങ്ങൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ എപ്പോഴും പൂക്കൾ ഒരുപാട് കിട്ടുകയുള്ളൂ. ചെമ്പരത്തിയുടെ പൂമൊട്ടുകൾ വിരിയാതെ തന്നെ കൊഴിഞ്ഞു പോകാറുണ്ട്. മൊട്ടിനുള്ളിൽ കീടങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മുട്ടുകൾ കൊഴിഞ്ഞു പോകാം. കീടബാധ പോകാൻ എന്തെല്ലാം ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ സമ്മറിലെ കടുത്ത ചൂടിൽ മുട്ടുകളൊക്കെ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടിയില്ലെങ്കിലും മുട്ടുകൾ കൊഴിഞ്ഞു പോകാം. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ മുട്ടുകളൊക്കെ കൊഴിയാതിരിക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന്, നല്ലതുപോലെ പുളിച്ച മോരെടുക്കുക. നമ്മൾ യൂസ് ചെയ്തിട്ട് മിച്ചം വന്ന മോരെടുത്താലും മതി. നല്ലതുപോലെ പുളിച്ച മോരായിരിക്കണം. ഈ മോരിൻ്റെ 1 ഗ്ലാസ് പുളിച്ച മോരെടുത്തു കഴിഞ്ഞാൽ 9 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് നേർപ്പിക്കണം. നേർപ്പിച്ചിട്ട് ചെടി ഫുള്ള് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെടിയുടെ ഇലകളിലും എല്ലാം ഫുള്ള് വീഴുന്ന പോലെ നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് ചെടിയുടെ മുട്ടുകളൊക്കെ കൊഴിയാതിരിക്കാനും ചെടിയുടെ വളർച്ചയ്ക്കും കീടബാധയൊന്നും ഏൽക്കാതിരിക്കാനും അതുപോലെ തന്നെ ഇലകളുടെ ആരോഗ്യത്തിനും ഒരുപാട് പൂക്കൾ ഉണ്ടാക്കാനും ഇത് സഹായിക്കും. ആഴ്ചയിൽ 2 പ്രാവശ്യം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എഗ്ഷെല്ല് നമ്മൾ മുട്ടത്തോട് ഒരു മിക്സി ഉപയോഗിച്ച് നല്ലതുപോലെ പൊടിച്ചിട്ട് പ്ലാന്റ്സിന് ചുറ്റും ഇട്ട് കൊടുക്കുക. ഇത് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള കാൽസ്യം ഒക്കെ കിട്ടുകയും മുട്ടുകളൊക്കെ കൊഴിഞ്ഞു പോകുന്ന പ്രോബ്ലംസ് ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങളുടെ ചെമ്പരത്തിക്ക് ഉണ്ടെങ്കിൽ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പൂക്കൾ നമുക്ക് ചെമ്പരത്തിയിൽ വിരിയിക്കാൻ സാധിക്കും. അപ്പോൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.